പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുടെ പ്രതിനിധികളും EP ജയരാജന്റെ കുടുംബാംഗങ്ങളും ഒപ്പം നിൽക്കുന്ന ചിത്രമെന്നാണ്. അല്ലാതെ രാജീവ് ചന്ദ്രശേഖർ EP-യുടെ കുടുംബാംഗങ്ങളൊപ്പം നിൽക്കുന്ന പടം എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അപ്പോ ആ പറഞ്ഞതും ഈ പടവും തമ്മിൽ എങ്ങനെയാണ് കോറിലേറ്റ് ആവുന്നത്? എങ്ങനെയാണ് ആ പടം നിങ്ങൾ കണ്ടു? അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞു. ഞാനത് ആ പറഞ്ഞ പടം കണ്ടു. ആ പടം കണ്ടു. ആ പടത്തിൽ ആരും കൊണ്ടോ? ഇവരാരെങ്കിലും ഉണ്ടോ? എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് രാജീവ് ചന്ദ്രശേഖരനെ ഞാൻ ഇന്ന് വരെ അയാളെപ്പോലെ ഒരാളെ ആണെന്ന് തോന്നിക്കാൻ വേണ്ടി ഒരാളെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലുള്ള ഒരാളുടെ രൂപം എനിക്ക് അങ്ങനെ ഞാൻ എൻ്റെ കാര്യം ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കാര്യം എനിക്കില്ല. രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞോട്ടെ, എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്ഥാപനങ്ങൾ കമ്പനികളുണ്ട്, സഹകരണ സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയതിൽ ഞാൻ ഉപദേശം കൊടുത്ത് ഞാൻ നിർദ്ദേശിച്ച് അങ്ങനെ ഒരു കൂട്ടം ആളുകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നടക്കുന്നുണ്ട്. അവർ നടത്തരുത്, അവർ ചുമതല. അതിന് എനിക്കെന്താ ബാധ്യത? ആദ്യം വൈദ്യകമായിരുന്നു ഇപ്പിയുടെ ഭാര്യ ഇതിലുണ്ടായിരുന്നു. പിന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യ അഞ്ജു ചന്ദ്രശേഖരന്റെ നിരാമയ കൂടി അതിലേക്ക് വരുന്നു. ഇപ്പൊ അതിന്റെ പേര് നിരാമയ വൈദ്യകം എന്നാണ്. അതായത് നിരാമയ എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യ, വൈദ്യകം എന്ന് പറഞ്ഞാൽ EP ജയരാജന്റെ ഭാര്യ. അതാണ് ഞാൻ പറയേണ്ട കാര്യം. എനിക്ക് അത് ചന്ദ്രശേഖരനോട് തന്നെ നിങ്ങൾ ചോദിക്കുക, അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. വൈദീഹത്തിൽ ആ കമ്പനിയിൽ എൻ്റെ ഭാര്യ ഒരു ഷെയർ ഹോൾഡർ ആണെന്ന് ഞാൻ ഇപ്പോഴല്ല, ഇത് 2014 തുടങ്ങിയ സ്ഥാപനമാണ്. എൻ്റെ ഭാര്യ അതിൽ ചേരുന്നത് 2022 ഷെയർ എടുക്കുന്നത്. 2022 രാജീവ് ചന്ദ്രശേഖർ രാജ്യസഭയിൽ കൊടുത്ത അഫിഡവിറ്റിൽ ആ കമ്പനിയിൽ തന്റെ ഭാര്യ അഞ്ജു ചന്ദ്രശേഖരൻ ഓഹരിയുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ അത് നിങ്ങൾ എനിക്ക് തോന്നുന്നത് അത് നിങ്ങൾ ചോദിക്കേണ്ടത് ആ കമ്പനിയോട് ചോദിക്കുക. എനിക്ക് കമ്പനിയുടെ വക്താവല്ല. ഒന്ന് നിരാമയ എന്ന് പറയുന്നവരോട് അവരോട് ചോദിക്കുക. എനിക്ക് തോന്നുന്നു അവർ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഏതെങ്കിലും കമ്പനീൻ്റെ കാര്യം പറയേണ്ട ബാധ്യതയില്ല. ഞാൻ ഈ കമ്പനിയുടെ ആരുമല്ല. എൻ്റെ ഭാര്യ ഒരു വൈദിക എന്ന് പറയുന്ന സ്ഥാപനത്തിൽ 2014 തുടങ്ങിയ സ്ഥാപനത്തിൽ 22 അവർ സർവീസ് റിട്ടയർ ചെയ്ത് വന്നപ്പോൾ അവരതിൽ ഒരു ഷെയർ ഹോൾഡറായിരുന്നു. അതിൽ അവരുണ്ട് ആ വൈദികത്തിൽ. അത് പലരും അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു പാലക്കാടോ മറ്റുള്ള ഞാനൊരു ഘട്ടത്തിൽ ചികിത്സക്ക് എൻ്റെ കാലിന് ചികിത്സയ്ക്ക് വേണ്ടി പോയപ്പോൾ കോയമ്പത്തൂരിലുള്ള ആര്യവൈദ്യശാലയുടെ ഒരു റെബൽ ഗ്രൂപ്പുണ്ട്. അവരാണ് അന്ന് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ്. അതിൻ്റെ കാര്യമെല്ലാം കമ്പനിക്കാർ പറയുക, അവരോട് ചോദിക്കുക. ഇനി രാജീവ് ചന്ദ്രശേഖരനോട് തന്നെ നിങ്ങൾ അദ്ദേഹം ഇപ്പോൾ കൂടെ ഉണ്ടല്ലോ, പോയി ചോദിച്ചാൽ അദ്ദേഹം ചോദിക്കാൻ കാരണം സഖാവിന്റെ ഭാര്യ അതിനകത്ത് ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും വൈദ്യകത്തിന്റെ ഒരു ഭാഗമാണ്. നിരാമയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പം ഇത് രണ്ടും ഇപ്പോഴും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇത് രണ്ടും ലിങ്കാണ്. സ്വാഭാവികമായിട്ട് താങ്കൾ LDF കൺവീനറാണ്, പൊതുപ്രവർത്തകനാണ്, താങ്കളുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കേണ്ടത്. എൻ്റെ ഭാര്യ അതിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ നിങ്ങൾ പറയും ഒരു ഷെയർ എടുക്കുന്ന തെറ്റാണ്. അതിൽ ആ സ്ഥാപനം എന്ത് ചെയ്യുന്നുള്ളത് ആ സ്ഥാപനം നിശ്ചയിക്കേണ്ടതാണ്. അതിൻ്റെ കാര്യം പറയാനൊന്നും ഞാൻ ആളല്ല. നിങ്ങൾക്കിനി അറിയണമെങ്കിൽ വൈദികത്തിൻ്റെ ഭാരവാഹികളെ വിളിച്ച് ചോദിച്ചാൽ അവരതിൻ്റെ കാര്യം വ്യക്തമാക്കും. നിങ്ങൾക്കിനി വേണമെങ്കിൽ മറ്റേ നിരാമയുടേതാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എനിക്കറിയില്ല, അത് നിങ്ങൾ പോയി ചോദിക്കുക. രാജീവ് ചന്ദ്രശേഖർ രേഖയിൽ പറയുന്നു നിരാമയ കമ്പനിയിൽ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ടെന്നുള്ളത്. EP പറയുന്നു EP-യുടെ ഭാര്യയ്ക്ക് വൈദ്യകത്തിൽ ഷെയർ ഉണ്ടെന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസ് പുറത്തുവിട്ടു എന്ന് പറയുന്ന ചിത്രത്തിൽ താങ്കളുടെ ഭാര്യയും മകനും അതിനോടൊപ്പം ഈ നിരാമയ കമ്പനിയുടെ CEO അലൻ മച്ചാബയും മറ്റു ജീവനക്കാരും അവർ ഒരുമിച്ച് നിൽക്കണം. ഇത് കണക്ട് ചെയ്തിട്ടാണ് EP-ക്കും രാജീവ് ചന്ദ്രശേഖരൻ ബിസിനസ് ബന്ധമുണ്ട് എന്ന് പറയുന്നത്. അതെ, ഞാൻ പറഞ്ഞത് എൻ്റെ ഭാര്യ വൈദികത്തിൽ ഒരു ഷെയർ ഹോൾഡറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനത് എനിക്ക് മറച്ചു നോക്കേണ്ട ഒരു കാര്യമില്ല, വസ്തുതയാണത്. നിങ്ങൾക്കതിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ റിപ്പോർട്ടറാണെന്ന് തോന്നുന്നു ചാനലിൽ അദ്ദേഹം അവരുടെ ഒരു അഭിമുഖ സംഭാഷണമുണ്ട്, കണ്ടു. ആ അഭിമുഖ സംഭാഷണത്തിൽ അയാൾ പറഞ്ഞിട്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ട് നിങ്ങൾ നോക്കത് ഉണ്ടെന്ന് ഞാൻ കേട്ടത് അങ്ങനെയല്ല. നിങ്ങൾ ഒന്ന് കേട്ടു നോക്ക്.
ഞാൻ കേട്ടത് അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞത് എനിക്കങ്ങനെ യാതൊരു ബന്ധവുമില്ല എന്നാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ വക്കാലത്ത് എടുക്കേണ്ട ഒരു കാര്യമില്ല. അത് എനിക്കറിയേണ്ട കാര്യമില്ല. അത് അവരുടെ ബിസിനസ്. നിരാമയ ഉണ്ടെങ്കിൽ നിരാമയയുടെ ബിസിനസ്, വൈദികം ഉണ്ടെങ്കിൽ വൈദികത്തിൻ്റെ ബിസിനസ്. എനിക്കിതിലൊന്നും ഭാഗവാക്കാകേണ്ട ഒരു കാര്യമില്ല. എൻ്റെ ഭാര്യ അതിലൊരു ഷെയർ ഹോൾഡറാണ്. ആ ഷെയർ തന്നെ കൊടുക്കാൻ വേണ്ടി, കാരണം ഇങ്ങനെ കുറേ പരാതി വരുന്നതുകൊണ്ട് അത് തന്നെ ഏതെങ്കിലും ഷെയർ ഹോൾഡർ ഉണ്ടെങ്കിൽ അവർ കൈമാറാൻ തീരുമാനിച്ച് അതിനനുസരിച്ച് ഇപ്പോൾ ഒരാളെ കണ്ടെത്താൻ നടക്കുകയാണ്. ഒരാൾ വന്നു, പക്ഷെ അതെന്തോ കാര്യങ്ങൾ ഒഴിവായി പോകാൻ തന്നെയാണ് എൻ്റെ ഭാര്യ തീരുമാനിച്ചത്. അതിൽ നിന്ന് ഒഴിവായി ഷെയർ കൊടുത്ത് ഞങ്ങൾ കൊടുത്ത കാശ് കിട്ടിയാൽ അതും വാങ്ങി പോകാൻ തന്നെയാണ് ഭാര്യ തീരുമാനിച്ചത്. കാരണം വെറുതെ എന്തിനാ എന്നെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു ആക്ഷേപത്തിന് ഇടയാക്കുന്നത്? നിങ്ങൾക്കതിന് ഇപ്പോൾ എന്നോട് ഇത് ചോദിക്കാൻ ഇടവന്നത് എൻ്റെ ഭാര്യ ഇതിലുണ്ടായതുകൊണ്ടല്ലേ? അതിലൊന്നും ഞങ്ങളില്ല. ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള നേരത്തെ തന്നെ വീഡിയോക്കാർ വന്നപ്പോൾ ഞാനതിലില്ല. എനിക്കങ്ങനെ ബിസിനസ് നടത്തേണ്ട കാര്യമില്ല. ഞാൻ ബിസിനസ്സുകാരനുമല്ല, ഞാൻ രാഷ്ട്രീയക്കാരനാണ്. ജനിച്ചത് മുതൽ ഞാൻ രാഷ്ട്രീയത്തിലാണ്. ആ കാര്യം ചെയ്യുന്നു. ശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഇതിലേതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ സതീശനെ പോലെ ഒരു ബിസിനസ്സുകാരനല്ല. എനിക്കങ്ങനെ അതിൻ്റെ ആഗ്രഹവുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് തന്നെയുള്ള അതിൻ്റെ ഷെയർ ഇനി നിങ്ങൾ ഇതിൽ അവരോട് ചോദിച്ചു നോക്കുക. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ കൊടുത്തോന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ കാര്യം അതിൽ അവരോടൊക്കെ എന്ത് വേണമെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഷെയർ കൊടുക്കാൻ വേറെ ഒന്നും ചെയ്യണം. ഞാൻ തന്നെ നിങ്ങളോട് എനിക്ക് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഇൻവെസ്റ്റ് ചെയ്ത കാശ് കൊടുത്താൽ ഒരു ഇത്രയും കാലത്ത് ഏതാണ്ട് 22 അവസാനമാണ്, ഒരു കൊല്ലം. അതുകൊണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റും വേണ്ട, കൊടുത്ത കാശിന് കൊടുക്കാൻ തയ്യാറാണ്.